ഒരുപാട് പേര് പറയാ എയറിലാവോ ഓൾറെഡി എയറായി കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോ വെള്ളി വെള്ളി വെങ്കലൊക്കെ വീഴും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സ്വർണ്ണം എന്തായാലും കൊടുക്കില്ല. മെസ്സേജുകൾ വരുന്നതിനകത്തും ചില കോഴി മെസ്സേജുകൾ കാണുമല്ലോ. ഇപ്പൊ ആൾക്കാർ പറയാം ഞാനാന്ന് പറയാം കോഴി അങ്ങനെ ഒരാളെ കിട്ടിയാ കല്യാണം കഴിക്കുമായിരുന്നു. ഞാൻ പറയാം അങ്ങനെ ശില്പിക്ക് പീസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളെയാണ്. ക്രോസ് മസാജ് എന്ന് കേട്ടിട്ടുണ്ടോ? ടാഗ്ലൈൻ അങ്ങനെ തന്നെ കൊടുക്കാം, മസാജ് എന്താണെന്ന് അറിയാത്ത കുട്ടി. ഞാൻ ആ മാസ്ക് മാറ്റാം. ഓ ചിരിയൊക്കെ അതുപോലെ തന്നെയെന്ന് അവര് പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു മാസ്ക് വെച്ചോളാം. അതായത് ശില്പ വയറിലായാലും അവരും വയറെന്ന് വാങ്ങി തരുവാണല്ലേ. ട്യൂബ് ഇടണമെങ്കിൽ ചിലപ്പോൾ രശ്മിക്ക് മതിയോ? ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ലെന്ന് പറയും. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ മിനി സ്ക്രീനിലാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളക്കാരുടെ പാവം രശ്മിക മന്ദാനയോട് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ചിരിച്ചു തുടങ്ങിയ ആള് കാതോരത്തിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന നമ്മുടെ ശില്പയാണ്. ശില്പ ഞാൻ വിളിക്കുന്ന എല്ലായിടത്തും വെച്ച് വിളിക്കുന്നത് ഈ രശ്മിക മന്ദാനം തന്നെ കേട്ടോ. നമസ്കാരം രശ്മിക. നമ്മുടെ ക്യാമറയിലൊക്കെ ആൾക്കാർ നോക്കുമ്പോൾ എന്തായാലും കമന്റ് വരും, അത് ഉറപ്പാണ്. അവനെ കണ്ണ് കാണാൻ വയ്യെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഞാൻ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടില്ലേ, നമ്മളൊരു മെഗാ ഷോയില് അന്ന് എന്താണ് ഞാൻ പുഷ്പയിലെ നായിക അവിടെ വരാൻ പോകുന്നത് അല്ലേ? ഞാൻ മാത്രമല്ല വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് ഇല്ലല്ല, ഓൾറെഡി എയറായി കുഴപ്പമില്ല പറഞ്ഞു. ഒരുപാട് പേര് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ കണ്ണും പിരികുമായിരിക്കാം ചിലപ്പോ. പിന്നെ മാസ്ക് ഇട്ട് വരുമ്പോൾ ചിലപ്പോ അങ്ങനെ തോന്നുന്നായിരിക്കാം. കുറെ പേര് അങ്ങനെ പറയാറുണ്ട്. ഈ വേഷം കൂടെ കുറച്ച് സ്റ്റൈലിഷ് ആക്കുവാണെങ്കിൽ, മാസ്ക് ഇട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുകയാണെങ്കിൽ രശ്മിക പോകുന്നത് പിടിച്ചു നിർത്തും ആൾക്കാർ. വേണം നമ്മുടെ ശില്പത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഫസ്റ്റ് ടൈം ആണ് നിന്ന് ഇന്റർവ്യൂ എടുക്കുന്നത്. അതെ, ഫസ്റ്റ് ടൈം. അത് ശില്പയ്ക്ക് അത് ഇരിക്കട്ടെ, ആ ഒരു ഭാഗ്യം എനിക്കും ക്രെഡിറ്റ് ഇരിക്കട്ടെ. ശില്പ പറയൂ, ഇപ്പൊ കാതോരം കത്തി നിൽക്കുകയാണ്. അപ്പം കത്തി നിൽക്കുകയാണ്. അതിനകത്ത് നായകന്റെയും ഉമ്മ വരെ കത്തി നിൽക്കും. ഇപ്പൊ ശില്പയുടെ കല്യാണം കത്തി നിൽക്കാൻ പോവാ. പറയാം ശില്പ. അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാപ്പിയാണെന്ന്. ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഇത്രയും കലാജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എൻ്റെ ക്യാരക്ടറിന്റെ പേര് കാഞ്ചന എന്നാണ്. ഏഷ്യാനെറ്റിൽ കാതോരം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതിൽ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് അറിയില്ല ഇത്ര ഇമ്പോർട്ടൻസ് ആണ്, എങ്ങനെയാണ് വരണേന്നൊന്നും അറിയില്ല. ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ക്യാരക്ടറിൽ. കാരണം നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് എല്ലാം ചെയ്യാനുണ്ട്. ചില സമയത്ത് കോമഡി ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ഒരു പൊട്ടി അങ്ങനെ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ദേഷ്യം, ഭയങ്കര കുശുമ്പ്, അങ്ങനെയൊക്കെ ചേർന്ന ഒരു ക്യാരക്ടറാണ്. അതൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. പൊട്ടി, കുശുമ്പ്, കുന്നായ്മ, ഇത് മൂന്നും അഭിനയിക്കേണ്ടി വരത്തില്ല. ബാക്കി മാത്രം ശില്പം നോക്കിയാൽ മതിയല്ലേ? അങ്ങനാണോ? അങ്ങനെയല്ല, അങ്ങനെ സംഭവിച്ചല്ലേ? വിശാല മനസ്കഥ. ഞാൻ ആക്ച്വലി എന്റെ ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറാണ് കാഞ്ചന എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെഗറ്റീവാണ്. ഭയങ്കര ഇങ്ങനെ അമ്മയൊക്കെ സ്ക്രൂ കയറ്റി അമ്മയ്ക്കൊക്കെ, അതായത് അമ്മ ആക്ച്വലി ഒരു പാവമാണ്. അമ്മ താര കല്യാണം. അതെ, ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇതില് നായകനായിട്ട് അഭിനയിക്കുന്ന അർജുനും മീനു കൃഷ്ണേന്ദു, അവർ രണ്ടുപേരെയും തീരെ താല്പര്യമില്ല. അവരെ ഭയങ്കര നെഗറ്റീവായിട്ട്. അപ്പൊ അവരെന്ത് ചെയ്താലും കുറ്റമാണ്. അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, അമ്മ ഇങ്ങനെ നമ്മള് ഇവിടെ പറഞ്ഞ മൂട്ടിക്കൊടുക്കുക, സ്ലാങ് പറഞ്ഞ അതെ അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പൊ അവരുടെ ഉമ്മ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ അല്ലേ? ഇങ്ങനെ ഒരു ഉമ്മ ഒരു എനിക്ക് ലിപ് ലോക്ക് പോലത്തെ ഒരു ഉമ്മയാണ് കണ്ടിരിക്കുന്നത്. അത് ഒറിജിനൽ ലിപ് ലോക്ക് ആണെന്ന് അറിയത്തില്ല. അവിടെ വരെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഇത് വന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ, നോർത്ത് ഇന്ത്യൻ ചാനലിലൊക്കെ അല്ലെങ്കിൽ സീരിയൽസിലൊക്കെ ഉണ്ടത്. നമ്മുടെ മലയാളത്തിൽ വരുമ്പം, സൗത്തിലേക്ക് വരുമ്പോൾ അത് മലയാളികൾ അത്രത്തോളം അത് സ്വീകരിക്കുന്ന ഉറപ്പുണ്ടോ? കാര്യം അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. വൈറലായിക്കൊണ്ടിരിക്കണു. പക്ഷെ എനിക്ക് കുടുംബ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം ഇഷ്ടാവുന്നു എനിക്ക് അറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ നമ്മളിപ്പോ ഇത് റീൽസ് കട്ട് ചെയ്ത് വരുമ്പോ ന്യൂജൻ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഇഷ്ടമാകും. കാരണം അവർക്കത് ഓക്കെ, അവരതുമായിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു അത്. അങ്ങനെയല്ല, ആ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാതെ പിന്നെ ഇഷ്ടപ്പെട്ടു, പിന്നെ അവരുടെ ഓരോ മൊമെന്റും ഭയങ്കര ഇതായിട്ട് പോവായിരുന്നു.
അപ്പൊ അങ്ങനെ വന്നതല്ല, അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പൊ ആ കഥ തീർച്ചയായിട്ടും ഉമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ശില്പ. ഇപ്പൊ ശില്പയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സീൻസ് വല്ലതും ഉണ്ടോ ഇനി വരുന്നത്? എനിക്ക് ഇതുവരെ അങ്ങനെ പ്രതീക്ഷിക്കാമോ? വന്നില്ല. ഞങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും. ഇല്ല, എനിക്കതൊക്കെ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അങ്ങനെ വന്നാൽ ആലോചിക്കേണ്ടിയിരിക്കും. അങ്ങനെ വന്നാൽ വന്നാൽ വരുന്ന പോലെ ഡിപ്പെൻഡ് ഓഫ് ടൈം, ആ സമയത്ത് വരുന്ന എന്താണ് നമ്മൾ ചെയ്യും. ഇപ്പം പഠിക്കുകയാണ്. ഇപ്പം ശില്പ പഠിക്കുക. ഞാൻ ആക്ച്വലി ബികോം കഴിഞ്ഞു. ഇപ്പൊ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. ബാങ്കിൽ ജോലി താല്പര്യമുണ്ട്. കണക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ആ, കുഴപ്പമില്ല, ഇഷ്ടമാണ്. നമുക്ക് ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. കണക്കില്ല എത്രത്തോളം ഇഷ്ടമാണെന്ന് തോന്നുന്നു. അനീഷ് രവി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത്, എടാ നീ ശില്പയുടെ ഇന്റർവ്യൂ എടുക്കണം, കാര്യം ഇപ്പം ഈ സീരിയലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ പുള്ളിയായിട്ടുള്ള ബോണ്ടിങ് എന്താണ്? ശരിക്കും ഞാൻ അൻഷേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിറ്റ്കോമിലാണ് ആദ്യമായിട്ട് വരുന്നത്. കൗമുദി ചാനലല്ലേ? കൗമുദിലല്ല, കൊമെക്സ് ചാനലില്, AC-യുടെ ഒരു സബ് ചാനൽ. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അന്ന് തൊട്ട് ദേ ഈ നിമിഷം വരെ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട്, അതിപ്പോ സ്റ്റേജ് ഷോസിലാണെങ്കിലും ഒക്കെ അൻഷേൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു മെല്ലോ ക്യാരക്ടറാണ്. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ വോയിസ് ചിലപ്പോൾ പയ്യായിരിക്കും, കാരണം ഞാൻ അത്ര സൗണ്ട് എടുത്ത് അങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇത്രയെങ്കിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അൻഷേൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ട്. എന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, രണ്ട് അനീഷേട്ടന്മാരുടെ സപ്പോർട്ട് ഉണ്ട്. അനീഷ് രവി ചേട്ടൻ ചുമ്മാ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അനീഷേട്ടൻ്റെ ഒരു ഷോ തന്നെയാണ്. അനീഷേട്ടൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞിട്ടെ കൂടെ നിൽക്കുന്നവരെ കംഫർട്ടബിൾ ആണെന്ന് നോക്കും അല്ലേ? ഞാൻ ആ സ്റ്റേജ് വെച്ച് കണ്ടൊരു കാര്യമാണ്. ശില്പേനെ അവിടെ കംഫർട്ടബിൾ ആക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. സത്യം. ഞാൻ അത് പറയുമ്പോൾ അതിന് മുന്നത്തെ കാര്യം പറയണം. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജ് ഷോസ് ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഞാനിങ്ങനെ ഒരു പേടി ആണ് എനിക്കെല്ലാം. പിന്നെ 10 പേര് ഒരുമിച്ച് കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. ഇങ്ങനെ ബാക്കിലോട്ട് പോണ ഒരു ടൈപ്പാണ്. അപ്പോൾ ഒരു സ്റ്റേജ് ഷോ, അതും ലൈവ്, ചേട്ടനറിയാലോ, ലൈവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഇപ്പം എനിക്ക് ഭയങ്കര പ്രൗഡാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേജിലെ ലൈവ് എന്ത് തന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ വന്നു. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. റിഹേഴ്സൽ ഇടുമ്പോഴും ഇങ്ങനെ അൻഷേട്ടൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റും, നീ നിനക്ക് പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ ഓൾറെഡി ഒരാൾ ചെയ്ത് വെച്ച കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്, അറിയായിരിക്കുമല്ലോ. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഒരു ലെവലിലോട്ട് വരും. അത് ഇത് ഓൾറെഡി ഒരാളൊരു കാര്യം ചെയ്ത് അത് ഇങ്ങനെ വെച്ചേക്കുന്ന സാധനം നമ്മൾ വന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതാണ്. അപ്പോൾ ഇതിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പഞ്ചായത്ത് റിഹേഴ്സലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർ അൻഷേൻ്റെ ട്രൂപ്പ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമല്ലേ. അപ്പോൾ അവർ അത്രയും എല്ലാവരും, നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഷോ ഭയങ്കര ഹിറ്റാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പേടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണു. റിഹേഴ്സൽ ടൈമൊക്കെ ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കിടയിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഷോ ഹിറ്റാവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അവർ അൻഷേട്ടനെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, അൻഷേട്ടാ ഇത് വേണോ, അവളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിത് രാവിലെ തൊട്ട് ഇതിങ്ങനെ. ഏത് ഷോ ആയിരുന്നു അത്? നമ്മുടെ അമ്പലത്തിൽ, അല്ലാതെ ഇവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു റിഹേഴ്സൽ എടുത്തപ്പോൾ പറ്റുന്നുള്ള ബാക്കിയുള്ളവർ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ ഒരു എന്താണ്, ചെയ്യോ ഈ കുട്ടി ചെയ്യോ, അവളെ കൊണ്ട് പറ്റുമോ, കാരണം ഞാനൊരു ഒതുങ്ങിയ ടൈപ്പാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്. എൻ്റെ അൻഷേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അൻഷേട്ടനെ മാറ്റിക്കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് വിഷമം. ഈ എടുക്കുമ്പോൾ റിഹേഴ്സൽ എടുക്കും തോറും നമ്മൾ സമയം പോകുന്നോണ്ടായിരിക്കും, കാര്യം റിഹേഴ്സൽ ശരിയാവുന്നില്ലല്ലോ. അത് മാത്രമല്ല, റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് റിഹേഴ്സലും. അത്രയും ഒരു വൈഡ് ഏരിയ എടുത്തിട്ട് നമ്മൾ പാട്ട് ഇങ്ങനെ സിസ്റ്റം ഒക്കെ കണക്ട് ചെയ്ത് മൈക്കിൽ തന്നെയാണ് റിഹേഴ്സലും ചെയ്യണം. അപ്പോൾ എനിക്ക് പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ വെള്ളി വെങ്കലമൊക്കെ വീഴുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കില്ല, സ്വർണ്ണം എന്തായാലും കൊടുക്കില്ല. അങ്ങനെ വെള്ളിയൊക്കെ വീട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അൻഷേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞ്. ഞാൻ പറഞ്ഞു, അൻഷേട്ടൻ എന്നെ കൊണ്ട് പറ്റില്ല, വേറെ ആരെങ്കിലും വെച്ചോളൂ, വെറുതെ ഒരു പ്രോഗ്രാം ഞാൻ കാരണം കുളമായെന്ന് പറഞ്ഞാൽ ഒരു വിഷമമില്ലേ. അപ്പോൾ അൻഷേട്ടൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നിന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നീ ചെയ്, ബാക്കി എല്ലാം വിട്ടേക്കൂ, ഇത് എൻ്റെ ട്രൂപ്പാണ്, ഞാനാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനല്ലേ പറയുന്നത്, അപ്പോൾ നീ കുറച്ചൊന്ന് സ്ട്രോങ് ആവുക, അതൊക്കെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അൻഷേട്ടന് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ എന്താ, അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കയറ്റം കയറിയത്. എന്നിട്ടും ഒരു 2-3 സ്റ്റേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ആ ട്രാക്കിലോട്ട് വന്നത്. പിന്നെ ലൈവിൻ്റെ ഒരു പേടി, കാരണം നമ്മൾ ഇത്രയും ആൾക്കാരെ ലൈറ്റും ഒരുമിച്ച് കാണുമ്പോൾ ചേട്ടനറിയാമല്ലോ, പറ്റില്ല. ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നു,
സൗണ്ട് അങ്ങ് നമുക്ക് എന്താ ഇല്ല പറയാ ഇല്ല. നമ്മൾ പെട്ടെന്ന് കള്ളനെ കാണുമ്പോൾ പെട്ടെന്ന് sound അതാണ് വരുന്നില്ലല്ലോ. ഡ്രൈ ആയിട്ട് ലിപ്സ് ഒക്കെ ഡ്രൈ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വന്നു. പിന്നെ അഞ്ചേട്ടൻ എപ്പോഴും പറയും ഞാനല്ലേ കൂടെ നിൽക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം പോയാൽ ഞാൻ അവിടെ പുള്ളി നിന്ന് പിടിച്ചിട്ട് അതെ, 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 അതാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അത് നീ വിട്ടേക്ക്, അതൊന്നും ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് നീ നന്നായി ചെയ്യണുണ്ടെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. പക്ഷെ ഒരു ചവിട്ടുപടി എന്തായാലും മനീഷ് രവി എന്ന് പറഞ്ഞ അതെ കലാകാരനാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഇതിപ്പോ ഞാനെന്നല്ല കേട്ടോ, കൂടെ ആര് വന്നാലും അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, എടാ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അവർക്ക് ഒരു കംഫർട്ടബിൾ സോണാണ് അനുഷേന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. സംസാരിക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. സോറി അല്ല ഈ ശില്പ, നമ്മളിപ്പം ഈ സീരിയലൊക്കെ വരുന്ന സമയത്ത് വരുന്നതിന് മുമ്പ് ശില്പയുടെ ഫേസ് ഇങ്ങനെ തന്നെയായിരുന്നു. ഫേസ് ഇങ്ങനെ. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പിന്നെ ലവ് ലെറ്റേഴ്സ് അല്ല, ആ സമയത്ത് മെസ്സേജുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ അത് കൂടി കാണുമല്ലോ. ഇല്ല ഇല്ല, കുറവാണ് സത്യം പറഞ്ഞാൽ. അനീഷേട്ട എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ? അത് ഞാനായിട്ട് പറയണോ ശില്പയായിട്ട് പറയണോ? അത് അനീഷേട്ട എന്നോട് പ്രത്യേകം പറഞ്ഞു, അത് ക്യാമറയിൽ പറയണമെന്ന്. അത് ശില്പയായിട്ട് പറയണോ ഞാൻ പറയണോ? എനിക്കറിയില്ല എന്താ പറഞ്ഞത്. അല്ല ഞാൻ പറയുന്നത് എങ്ങനെ, ശില്പയ്ക്കും അറിയാം അത്. എന്താ? അല്ല ഞാൻ ചോദിച്ചതല്ല, എന്തായിട്ട് ബന്ധപ്പെട്ടത്? സ്നേഹമായിട്ട് ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കും. എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല സത്യമായിട്ടും. അനീഷേട്ട അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അഞ്ചേട്ടൻ അങ്ങനെ പറയില്ല. സീരിയസ്ലി അഞ്ചേട്ടൻ പറഞ്ഞോ എനിക്ക് റിലേഷൻ ഉണ്ടെന്ന്? അങ്ങനെ പറഞ്ഞില്ല. ഉണ്ടോ ചോദിക്കാൻ പറഞ്ഞില്ല. അങ്ങനൊന്നും പറഞ്ഞില്ല. കഷ്ടം. എനിക്കറിയാം അങ്ങനൊന്നും പറഞ്ഞില്ല. അല്ല ഞാൻ ചോദിച്ചത്, ഇപ്പം ഈ സീരിയൽ കാണുന്ന, നേരത്തെ പറഞ്ഞില്ലേ സീരിയൽ കാണുന്നവർക്ക് ഇപ്പം നിങ്ങളെ കട്ട് ഷോട്ട് ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, FB ഇങ്ങനെ വരുമല്ലോ. അപ്പം ശില്പേനെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അയ്യോ രശ്മിക ഈ സീരിയൽ മലയാളത്തിലോ എന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അല്ല ഇത് മലയാളി പെൺകുട്ടി തന്നെ എങ്കിൽ നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ഇൻസ്റ്റ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ബ്യൂട്ടിഫുൾ അത് ഇത് അങ്ങനെ ക്യൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ്. എനിക്ക് അതൊന്നും അല്ല, ബ്യൂട്ടിഫുൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ക്യൂട്ടാന്നൊക്കെ. ചോദിച്ച മെസ്സേജുകൾ വരുന്നതിനകത്തും ചില കോഴി മെസ്സേജുകൾ കാണുമല്ലോ. അപ്പം ഈ കൊക്കരിക്കുന്ന സൗണ്ട് കേൾക്കാറുണ്ടോ കോഴി ഇങ്ങനെ? ഇപ്പൊ ആൾക്കാർ പറയാം ഞാനാന്ന് പറയാം കോഴി അല്ല അങ്ങനെ അങ്ങനെ വരാറില്ല. എനിക്ക് അങ്ങനെ എല്ലാവരും കമന്റ് ചെയ്യും നല്ലതാണ് അതാണ് ഇതാണ്, അല്ലാതെ ഒരു കോഴി പോലെ അങ്ങനെ എനിക്ക് അങ്ങനെ കുറവാണ്. ഈ ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇന്ന ആള് വേണം, എങ്ങനെയുള്ള ആളായിരിക്കും? എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, മനസ്സമാധാനം. അല്ല ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഇരിക്കുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ആളെങ്ങനെ ഉണ്ടെന്നുള്ളതാ. ഇതെടുത്ത് അടിക്കരുത് എന്റെ അല്ലയോ. അല്ല എന്തിനാ ഫ്രണ്ട്സ് ആവാനോ അതോ റിലേഷൻ ഇപ്പം ഒരു പാർട്ണർ വേണമെങ്കിൽ അതെങ്ങനെയുള്ള ആളായിരിക്കണം? എനിക്ക് ആക്ച്വലി സമാധാനമാണ് എനിക്ക് വേണ്ടത്. പിന്നെ കല്യാണം കഴിക്കാതിരിക്കുക, അതാണ് എല്ലാരും അതാ പറയുന്നത്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാതിരുന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പീസ് ഓഫ് മൈൻഡ് ആണല്ലോ നമുക്ക് അത്യാവശ്യം. അങ്ങനെ ഒരാളെ കിട്ടിയാൽ കല്യാണം കഴിക്കുമായിരിക്കും. പറഞ്ഞോ അങ്ങനെ ആരെങ്കിലും? ഞാൻ പറയാം, ശില്പയ്ക്ക് പീസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളെയാണ്, സമാധാന പ്രിയനാണ് ആവശ്യം. പക്ഷെ കല്യാണം കഴിയുമ്പോൾ ഏതൊരാളിന്റെ സമാധാനം പോകും അല്ലേ? അതെന്താണെന്ന് അറിയത്തില്ല. എന്താണ് ശില്പ അത്? എനിക്കറിയില്ല. ഞാനും അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കരുത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേര് കല്യാണം കഴിച്ചതാണ്. കുറെ പേര് പറയും എന്ത് ശില്പ കല്യാണം കഴിക്കരുത്, ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറയും. പിന്നെ ചിലർ പറയും അങ്ങനെ അടിപൊളിയാണ്, കല്യാണം കഴിച്ച അടിപൊളിയാണെന്ന് പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാണ്. ഇപ്പൊ ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകണം. എൻ്റെ ഇടയിൽ സമയമാവട്ടെ. അതെ, പിന്നെ നമുക്ക് കുറെ കാര്യങ്ങളിൽ കുറച്ച് ആളെയും കൂടെ ഫേവർ ചെയ്യേണ്ടി വരും. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, അത് പുള്ളിക്ക് ഇഷ്ടാവോ പുള്ളിക്ക് ഇഷ്ടമല്ല, അപ്പൊ അതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും. അഭിനയിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ശില്പ ഇപ്പം BCom കഴിഞ്ഞു, ഇപ്പം PC അല്ലെ കോച്ചിങ്ങിന് പോകുന്നു, ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ബാങ്ക് തന്നെയാണ് ഉദ്ദേശം. ജോലി വേണം. നമ്മൾ ശരിയാണ്, നമ്മൾ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, നമ്മൾ അതുവഴി ഏൺ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ജോലി എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് വേണം. അത് അല്ലാതെ നമ്മൾ ഓക്കെ ഇതാണ് എല്ലാം. ഇപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം നമുക്ക് ജോലി വേണം. ഇതിപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊരു ജോലി. പിന്നെ അത് മാത്രമല്ല ഇത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് നമ്മളെ വഴക്ക് പറയോ ചീത്ത പറയോ അല്ലെങ്കിൽ അപ്പം നമുക്കിത് വേണം. അപ്പം നമ്മൾ മാക്സിമം ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ജോലി ആയിക്കഴിഞ്ഞ എക്സ്പീരിയൻസ് ആയ
ഇതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അതെ അതെ അതർ ഓപ്ഷൻ ഉണ്ട്. അതെ അതെ പക്ഷെ അതാണ് നമുക്ക് ശില്പ പറയുന്നത്. അതെ അത് വേണം, അത് എല്ലാവർക്കും വേണം. ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് വേണമെങ്കിൽ ഓക്കെ നിർത്താം, പക്ഷെ എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ജോലി വേണം. ഇത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒരിക്കലും നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന എപ്പോഴും നല്ലതാണ്. കല്യാണം കഴിഞ്ഞാലും നമ്മളൊരു സ്റ്റാൻഡിലുള്ളത് എപ്പോഴും നല്ല, സാലറി മേടിക്കുന്ന എപ്പോഴും നല്ല. പക്ഷേ ഇത് വിടരുത്. ഇതിപ്പം ഈ പറഞ്ഞ എത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ വർഷമായിട്ട് 10-30 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ. അതെ, ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ ഭാഗ്യം വെച്ചാൽ നമുക്കത് വർക്ക് വരുമായിരിക്കും, നമ്മൾ ചെയ്യുമായിരിക്കാം. പക്ഷെ അതില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നൊരു ഓപ്ഷൻ ഉണ്ടാവുന്നത്. ശരി, ഈ മൂഡ് മാറ്റാൻ ഞാൻ ഒരു കണക്ക് ചോദിക്കാം. എന്തായാലും ബികോമിൽ എത്ര ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്? സെക്കൻഡ് ക്ലാസ്. അപ്പൊ എന്തായാലും അത്യാവശ്യം പഠിക്കുന്നത്. കൂട്ടാൻ അറിയാമോ? കൂട്ടാൻ അറിയാം. അറിയാമല്ലോ. 1030 അധികം 1030 അത്രയാ? 2060. ആ ഉറക്കെ പറ. 1030. 1030 അധികം 1030. 2600 ആണോ 2060? 660. 60. 60. അപ്പൊ 2060 അധികം 30. 2090. 990. ആലോചിച്ച് പറയണം, അത് കണ്ടോണ്ടിരിക്കാൻ ആൾക്കാർ. 2060 അധികം 30. 2090. 2090 അധികം 10. 2090 അധികം 10. 2100. തെറ്റി. 3000 അല്ലേ? ഒന്ന് കൂട്ടി നോക്കിയേ. ഇല്ല 2100. അടി. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ബാങ്കിൽ ജോലി കിട്ടും കേട്ടോ. അപ്പൊ ഈ ബികോം പഠിച്ചോണ്ടുള്ള ഗുണമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആണ് 2100. എല്ലാരും 3000 ആയിരിക്കും പെട്ടെന്ന് പറയുന്നത്. അല്ല, ഞാൻ സ്പീഡെയാണ് ചോദിക്കുന്നത്. ഇത് നിർത്തി ചോദിച്ചതാ, കുട്ടിക്ക് നാണക്കേട് ഉണ്ടാവാതിരിക്കാം. ഞാൻ സ്പീഡെയാണ് ചോദിക്കുന്നത് സാധാരണ. ഞാൻ ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം എനിക്ക് കുറച്ച്, ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജോലി ചെയ്ത് അങ്ങനെ. എവിടെയാ ജോലി ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പിലൊക്കെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ടൈമിൽ ഏൺ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ആ ടൈം തൊട്ട് നോക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുറെ കണക്കുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് നിന്നതല്ലേ. ഓ അങ്ങനെ. അപ്പൊ നീ എന്നെ പറ്റിക്കണ്ടടാ. ഈ അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു? അച്ഛനും അമ്മ? അച്ഛൻ കൺസ്ട്രക്ഷൻ, അതിന്റെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യണം. അമ്മ ഹൗസ് വൈഫാണ്. ഒരു അനിയത്തിയുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം കുട്ടികൾക്ക് മേക്കപ്പ് പഠിപ്പിക്കുന്നു, ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പഠിപ്പിക്കുന്നു. ബ്രൈഡൽ എല്ലാം ചെയ്യും. എവിടെ പഠിച്ചതൊക്കെ? അവൾ ഇവിടെ പാളയത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഇപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യണം. ശില്പയുടെ അതേ ഫേസ് കട്ടൊക്കെയാണോ ആൾക്കാർ? അല്ല, എന്നെക്കാട്ടിലും കുറച്ചുകൂടി ആള് കുറച്ച് ചെറിയ ആളാണ്. നീളം കുറവോ? ഇതിൽ നീളം കുറവോ? അല്ല, ഞാൻ ഫേസ് ആണ് ചോദിച്ചത്. ഫേസ് കുറച്ചുകൂടി കുഞ്ഞു ഫേസ്. എന്താണ് സീരിയലിലോട്ട് എന്താ ഒന്ന് പുള്ളിക്കാരിയുടെ ഒന്ന് കൊണ്ടുവരാൻ? എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? അവൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ഇതാണ് മോഡലിംഗ് അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് താല്പര്യം. അഭിനയം അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഈ ശില്പ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ? സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ അധികം ലേഡീസ് കുറേ ലൈവിലൊക്കെ വരുന്നുണ്ട്. ഈ ദുബായിൽ മസാജ് സെൻറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലേഡീസാണ് വരുന്നത്. അവർ ലൈവായിട്ട് വരുന്നുണ്ട്, ഇന്നിടത്തൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശില്പയ്ക്ക് ഒരു ആസ് എ ലേഡി എന്നുള്ള ഇതിലൊന്ന് പ്രതികരിച്ചുകൂടെ? എന്താണ് ഒന്ന് പ്രതികരിച്ചുകൂടെ? അല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു തെറ്റായി ആൾക്കാരെ തെറ്റിലേക്ക് കൊണ്ടുവന്നത്. ലൈവായിട്ട് ഇന്നടെ മസാജ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാറുണ്ട്. പക്ഷെ അത് തെറ്റല്ലേ? മസാജ് സെൻറ്റർ ഓക്കെ, സ്പാ ഓക്കെ, പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ചില ദുബായിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. കുറെ പേര് ലൈവ് ഇടുന്നുണ്ട്. അങ്ങനല്ല, മസാജ് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രോസ് മസാജ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, അവനെ കേട്ടിട്ടില്ല. പിന്നെ അത് വിട്ടേക്കാം. ടാഗ് ലൈൻ അങ്ങനെ തന്നെ കൊടുക്കാം, മസാജ് എന്താണെന്ന് അറിയാത്ത കുട്ടി. അല്ല, ഞാൻ പ്രതികരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചത്. എന്തെങ്കിലും കണ്ടാല് ഇല്ല, എനിക്ക് എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്ക് തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാറില്ല. എനിക്ക് എല്ലാത്തിനും ഞാൻ ഓരോന്ന് കാണുമ്പോൾ എന്താ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്ത് അങ്ങനെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാറുമുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനൊരു സോഷ്യൽ മീഡിയ അങ്ങനെ പറയാറില്ല. ഈ രശ്മിക മന്ദാന ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് കരുനാഗപ്പള്ളി വന്നിരുന്നു. ആ സമയത്തൊന്ന് വന്ന് അവിടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാൻ എന്തായിരുന്നു? ഏതെങ്കിലും വഴി എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു? അറിഞ്ഞില്ല. ചേട്ടൻ എന്നെ വിളിക്കായിരുന്നു. അല്ല, സംഭവം ഞാൻ ശില്പയെ വിളിക്കണം, സീരിയസ്ലി വിളിക്കണം വിചാരിച്ചില്ല. അപ്പൊ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവർ ഓൾറെഡി ഇത്ര ആൾക്കാരെ അതിനകത്ത് കയറ്റാൻ പറ്റുള്ളൂ എന്നിട്ട് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് പോലും ലാസ്റ്റാണ് കയറാൻ പറ്റിയത്. ആങ്കർ ആയിട്ട് പോലും 2 ആങ്കർ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെയാണ് ലാസ്റ്റാണ് ഞാൻ പോയത്. പക്ഷെ അത് അന്ന് അവിടെ വന്നായിരുന്നു പൊളിച്ചാനായിട്ടോ. ആ സാരിയിൽ പറഞ്ഞായിരുന്നു
ഓ ഇപ്പം രശ്മി എനിക്ക് അത്രയ്ക്കും സിമിലാരിറ്റി ഉണ്ടോ എനിക്കറിയില്ല. ഇത്രയും ആൾക്കാർ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോത്തീസിൽ എന്തോ പോയപ്പോൾ തമിഴ്, അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നീ പോ ബില്ലടിക്കാൻ നീ പോ അങ്ങനെയൊക്കെ കൂട്ടുകാരെ ഇങ്ങനെ വിടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തായാലും സീരിയൽ കാണാൻ വഴിയില്ല, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണ് ഞാൻ ഒരു അങ്ങനെ ഭയങ്കര നമ്മളെ ശ്രദ്ധിക്കുന്ന രീതിക്കൊന്നും അല്ല ഞാൻ പോയത്, സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഒരുമാതിരി ആക്കിയിട്ട് പോയത്. അപ്പോൾ അവരിങ്ങനെ നീ പോയി ബില്ല് നീ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ അവർ അടുത്തുള്ളവരെ വിളിച്ച് കാണിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പിന്നെ ഞാൻ ബില്ല് ചെയ്യാൻ വന്നപ്പോൾ ഒരു കുട്ടിയെ ആദ്യം മനസ്സിൽ പേടിച്ച് ഞാൻ വല്ല മോട്ടിച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനെ വിചാരിച്ചില്ല. ശരി. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ബില്ലടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, തമിഴിൽ പറഞ്ഞു, അക്ക ഉന്നെ പാത്ത തമിഴിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ആക്ട്രസ് ഉണ്ട്, അവരെ മാതിരി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആണോ നിങ്ങൾ ആ മാസ്ക് മാറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ മാസ്ക് മാറ്റാം. ഓ ചിരിയൊക്കെ അതുപോലെ തന്നെയെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു മാസ്ക് വെച്ചോളാം. അല്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവർക്കത് എൻ്റെ വീട്ടിൽ ചോദിക്കാണ്, അവരാരെങ്കിലും റിലേറ്റീവ്സ് തള്ളിയതല്ല ഗൈസ്, സത്യം. അല്ല ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് കള്ളങ്ങൾ അധികം കൂടുതലായിട്ട് പറയുന്ന ഒരാളാണ്. കൂടുതലായിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാരെ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ കുറെ കള്ളങ്ങൾ ഞാൻ ശില്പയെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അതുപോലെ അതൊരു കള്ളമായിരിക്കും. മാസ്ക് തിരിച്ചു വെച്ചോളാം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കാം അത്രയ്ക്ക് സിമിലാരിറ്റി ഉണ്ടോ, അങ്ങനെ എന്തായിരിക്കും അങ്ങനെ പെട്ടെന്ന്. ശില്പ സീരിയസ്ലി ആദ്യം ശില്പ സ്റ്റേജിൽ ഒരുങ്ങി വന്നപ്പോൾ ആ കോസ്റ്റ്യൂമിൽ, അതായത് എനിക്ക് തോന്നുന്നു ഡാൻസിന്റെ കോസ്റ്റ്യൂമിൽ വന്ന ട്രിബ്യൂട്ട് വന്നപ്പോഴത്തേനും ഞാൻ ആദ്യം ഇൻട്രോ കൊടുത്തത് തന്നെ പുഷ്പയിലെ നായിക വേദിയിലേക്ക് വരാൻ പോകുന്നത് ഇൻട്രോ കൊടുത്തത്. അങ്ങനെ അനീഷേട്ടൻ അത് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പേ ആൾക്കാർ പറയുന്നുണ്ടോ ഉണ്ടോ? പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ശ്രീലാൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഗീതാ ഗോവിന്ദം ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇരിക്കുന്ന പോലെ അല്ല, കുറേ കൂടി മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശില്പ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, അതിൽ നായിക്ക് നിന്റെ ഫേസ് കട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങനെ വിട്ടു. ആ സമയത്ത് രശ്മികയും അത്ര അങ്ങനെ വന്നിട്ടില്ല, മീൻസ് വന്നു. ഇപ്പൊ അവര് ഭയങ്കര ഇതായല്ലോ, ശില്പ വൈറലായാലും അവരും വൈറലായി. എരന്ന് വാങ്ങി തരുവാണല്ലേ. അല്ല മീൻസ് അവര് എന്താണ് അത്ര അങ്ങനെ ആ സിനിമ ഇറങ്ങിയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഓക്കെ ഞാനതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇതുപോലെ ശംഖുമുഖത്ത് എവിടെ വന്നപ്പോഴത്തേക്ക് അത് കോവളത്ത് പോയപ്പോൾ കുറേ പേര് ഇങ്ങനെ ഈ ട്രാവലറിൽ വന്നിട്ട് ഞാൻ അവിടെ അപ്പൊ തെലുങ്കു എന്തോ ആണ് അവര് പറയുന്നത്. അപ്പൊ അവര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ രശ്മിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഇവരിങ്ങനെ. എന്നിട്ട് ഞാൻ ആരെയും വിളിച്ചിട്ട് വരാന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, അവരെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. സത്യമായിട്ട് നടന്ന കാര്യം. എന്നിട്ട് അവരെ വിളിച്ചിട്ട് വന്നപ്പോൾ ആ ട്രാവലറിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ രശ്മിക പോലെ ഉണ്ട്, ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ അവരുടെ നാട്ടിൽ അവരുടെ ഫ്രണ്ട്സ് അയക്കാനാന്നൊക്കെ അവര് പറയാം, രശ്മികയുടെ ഫോട്ടോ എടുത്ത് അറിയിക്കാനായിരിക്കും. അങ്ങനെ എന്താ എങ്ങനെയെങ്കിലും ഒക്കെ വിചാരിക്കാം. അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇത് ആരാണ് ഇത്രയ്ക്കും എന്നെ ഹൈപ്പ് തരണമെങ്കിൽ. താങ്കൾ ഇതുവരെ ആ ആളിനെ കണ്ടിട്ടില്ല? ഇല്ല ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമാണ്, കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ രശ്മിക മന്ദാന. അപ്പൊ എനിക്ക് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നമുക്ക് അങ്ങനെ തോന്നൂലല്ലോ, നമുക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ ഞാൻ സിനിമ കണ്ടപ്പോ ചില ആംഗിള് അതിൽ അവളിങ്ങനെ അല്ല ഗീതാ ഗോവിന്ദം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ഡിയർ കോമ്രേഡ് അവരുടെ ഒരു സിനിമയുണ്ട്, അതിൽ അവര് മേക്കപ്പ് ഒന്നും ഇല്ല. ഞാനൊക്കെ വീട്ടില് പറക്കെഴുന്നേറ്റൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ലുക്കാണ്. സിമിലാരിറ്റി നമ്മൾ തന്നെ. അല്ല അപ്പോഴും എനിക്ക് അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോ പറയാം. എനിക്കൊന്ന് മെയിൻ ആയിട്ട് എന്റെ പിരികം കണ്ണ്. സീരിയസ്ലി ഈ ഭാഗം നമ്മളിപ്പോ മാസ്ക് വെച്ച് പോയി കഴിഞ്ഞാല് അത് തന്നെ മാസ്ക് ഊരി കഴിഞ്ഞാൽ വീണ്ടും ഇടാൻ പറയും. അവര് പറഞ്ഞല്ലേ ചുമ്മാ സീരിയസ്ലി പറഞ്ഞ ശില്പ, ഞാൻ അത് സത്യസന്ധമായിട്ട് അന്ന് ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇൻട്രോ കൊടുത്തു അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ചിരി കളിയും മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകട്ടെ കേട്ടോ. രശ്മികയുടെ അടുത്ത് എത്താനായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ എത്തണം, എത്തി അവരുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കണം. കരുനാഗപ്പള്ളിയിൽ വന്നപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ രശ്മിയും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെ ഉണ്ടാവും. അല്ല സീരിയസ്ലി ഞാൻ അനൗൺസ് ചെയ്തേനെ, ഞാൻ വിളിച്ചേനെ. രശ്മികയുടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട്. ഡ്യൂപ്പ് ഇടണമെങ്കിലോ ചിലപ്പോ രശ്മിക്ക് മതിയോ? ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ലെന്ന് പറയില്ല. ഒന്നല്ലല്ല, ഇതെല്ലാം എന്റെ കയ്യിൽ നിന്നിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
ഇല്ല ഒന്നുമില്ല, ഇത് എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ പറ. അപ്പോൾ വളരെ സന്തോഷം ശില്പ. സന്തോഷം. കാര്യം നമുക്കൊരു ഇന്റർവ്യൂ, അതായത് ഓട്ടോ വിളിച്ചാണ് ഇവിടെ വന്നത്. അതെ, കാരണം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ട, യൂബർ എടുത്താണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന കാണിച്ചൊരു ധൈര്യം, പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് സമ്പാദിക്കണം എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ, അത് അടിപൊളിയാണ് കേട്ടോ. 18 വയസ്സിൽ തന്നെ ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് ഇരുന്ന് ഇപ്പോൾ ഒരു നായിക പദവിയിലായിട്ട് പെട്ടെന്ന് വരും, ഉറപ്പായിട്ടും എത്തും. ഇനി അടുത്ത വിളി വരുന്ന പോകുന്ന ഒരു നായികയായിട്ടാണ്. നോക്കിക്കോട്ടെ, ഒരു തമിഴിലേക്ക് വിളിക്കും. അന്ന് നിന്നെ ഞാൻ വിളിക്കും, അതല്ല പറയുന്നത് കേട്ടോ. അന്ന് ഞാൻ ചേട്ടനെ വിളിക്കും. ആ, അപ്പൊ ആദ്യം പറഞ്ഞ ഞാനല്ലേ അത്, അപ്പൊ എന്നെ തന്നെ വിളിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട്, മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്തായാലും ഒരുപാട് സന്തോഷം അൻഷേട്ടൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചതിൽ. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നെഗറ്റീവ് ആണെങ്കിലും അവരിങ്ങനെ കമന്റ് ഇടുന്നുണ്ടല്ലോ, തെറി വിളിക്കാനാണെങ്കിലും ഒരു കമന്റ് ഇടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. കാണുന്നുണ്ടോ കമന്റ് ഇടുന്നത്? അതെ, അല്ലാതെ കാണാൻ പറ്റത്തില്ല, കാണാതെ കമന്റ് ഇടുവോ? അതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മൂവി വേൾഡ് മിനി സ്ക്രീൻ ചാനലും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നായിക കഥാപാത്രം സീരിയലിൽ തേടി എത്തട്ടെ. അത് മാത്രമല്ല, ഈ 2025 തീരുന്നതിന് മുമ്പ് രശ്മിക മന്ദാനെ കണ്ട് അവരെ നിർത്തുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ ഓർക്കണം, അനീഷേട്ടൻ അന്നിങ്ങനെ പറഞ്ഞിരുന്നു. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച് ചേട്ടാ.